തട്ടിപ്പ് വീരരായ സുവിശേഷ വൈദികനും തട്ടി വീണു. വാളെടുക്കുന്നവൻ വാളാൽ എന്നോ നിങ്ങൾ അളന്നു കൊടുക്കുന്ന പാത്രത്തിൽ തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടുമെന്നോ ഒക്കെ പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ മലങ്കര ഓർത്തഡോക്സ് കോട്ടയം സെൻട്രൽ ഭദ്രാസന വൈദികനും സുവിശേഷ വിൽപ്പന സമ്പാദ്യമാർഗവുമാക്കിയ സഭയുടെ മുൻ PROയോട് ചോദിച്ചാൽ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറഞ്ഞു തരും. പ്രധാന വിഷയം പറയുന്നതിന് ആമുഖമായി ഒന്ന് രണ്ട് സഹായക വിവരങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. സുവിശേഷ വൈദികൻ വിശുദ്ധ നാട്ടിൽ കൊണ്ടുപോയി എല്ലാവരെയും എല്ലാം കാണിക്കാം എന്ന് വിശ്വസിപ്പിച്ച് കോട്ടയം സെൻട്രൽ അംഗങ്ങളും വിവിധ ഇടവകക്കാരുമായ 48 പേരിൽ നിന്ന് 1.5 ലക്ഷം രൂപ വീതം വാങ്ങി പുട്ടടിച്ചോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ അത്യാഡംബര കാറൊന്ന് സ്വന്തമാക്കി. ഈ കാറ് കണ്ട കത്തോലിക്ക ബാവ ചോദിച്ചു, ഇതിനൊക്കെ പണം എവിടെന്നാ അച്ഛാ? അത് ബാവ തിരുമേനി എന്റെ പ്രസംഗം കേട്ട് മാനസാന്തരത്തിലേക്ക് വന്ന ഒരു അമേരിക്കൻ മലയാളി സമ്മാനമായി തന്നതാണ്. ധീം 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 തരികിടതോ. വികാരിമാർക്ക് പലവിധ വികാരങ്ങളും ഉള്ളതിനാലാണോ വികാരി എന്ന് വിളിക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ ഭദ്രാസനത്തിലെ ഉന്നതൻ ഞാനാകണം, സഭയിലും എന്റെ തല അല്പം ഉയർന്നു നിൽക്കണം എന്ന വികാരമുള്ള ഈ പരിശുദ്ധൻ തന്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഒരു ഗുണ്ടാ സംഘത്തെ തല്ലിക്കൂട്ടി. അവർ എന്തിനും പോകുന്നവരാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഏതായാലും തിരിച്ചു തല്ലാത്തവരെ തല്ലാൻ വൈദഗ്ധ്യമുള്ളവരാണ് ഇവർ. ഫോട്ടോഗ്രാഫി പ്രധാന തൊഴിലും ഗുണ്ടാപ്പണി ഉപതൊഴിലുമായ ഭദ്രാസന കൗൺസിലിംഗ് അംഗം, ഗുണ്ടാപ്പണി പ്രധാന തൊഴിലും സ്റ്റുഡിയോയിലെ ജോലി ഉപതൊഴിലുമാക്കിയ ഒരു പള്ളിയെ പ്രതിനിധീകരിക്കുന്നവനുമായ സ്ത്രീപീഡന കേസ് പ്രതി എന്നിവരൊക്കെയാണ് സംഘാംഗങ്ങൾ. ഇനി കാര്യത്തിലേക്ക് കടക്കാം. വിശുദ്ധ നാട് തട്ടിപ്പ് നടത്തിയ വൈദികൻ മകനെ കാനഡയ്ക്ക് വിടാൻ ചെങ്ങന്നൂരുള്ള ഒരു ഏജന്റിനെ സമീപിച്ചു. 6 ലക്ഷം കൊടുത്തെന്ന് പറയുന്നു. കാലങ്ങൾ കാത്തിരുന്നു. മുഷിഞ്ഞ വൈദികൻ ചിന്തിച്ച് കാശ് വാങ്ങിയാൽ ഒന്നുകിൽ കാര്യം നടത്തണം, അല്ലെങ്കിൽ പണം തിരികെ നൽകണം. അതല്ലേ ന്യായം? വിശുദ്ധ നാട്ടിൽ കൊണ്ടുപോകുന്നത് പോലാണോ ഇത്? അല്ലേ അല്ല. ഗുണ്ടാ സംഘം ചിന്തയെ ശരിവെച്ചു. എന്തിനും പോന്ന ഗുണ്ടാ സംഘവുമായി കറുത്ത കാർ നേരെ ചെങ്ങന്നൂരിലേക്ക്. അവിടെ ചെന്ന ഏജന്റിനെ സുറിയാനി എന്ന് പറഞ്ഞാൽ മലയാള നിഘണ്ടുവിൽ ഇല്ലാത്ത എന്നേ അർത്ഥമുള്ളൂ പദങ്ങളാൽ അഭിഷേകം ചെയ്തു. ചെങ്ങന്നൂർ ഏജന്റിന് ഇങ്ങനെയുള്ള ഇടപെടലുകൾ കൈകാര്യം ചെയ്യാൻ സംവിധാനമുള്ള ആളായിരുന്നു. എന്തിനും പോന്നവരെ എങ്ങനെയും പോന്നാൽ മതി എന്ന നിലയിലേക്ക് എത്തിച്ചു അദ്ദേഹം. കൂടെ തലവനായ വൈദികനും കിട്ടി കൈമുത്തായി 2 എന്ന ദോഷൈക ദൃക്കുകൾ പറയുന്നു. ഏതായാലും സ്വന്തം വീടുകളിൽ പിണ്ടതൈലം കുഴമ്പ് സ്റ്റോക്ക് ഉണ്ടായിരുന്നതിനാൽ അതൊക്കെ ഇട്ട് ഭാര്യമാർ ചൂടുകിഴി പിടിച്ചുകൊടുത്ത് പിറ്റേന്ന് അടുത്ത കൊട്ടേഷൻ എടുക്കാൻ പരുവത്തിലാക്കിയെന്നും കേൾക്കുന്നു. 6 ലക്ഷമോ പോയി. എന്നാൽ ഇനി ചെറിയ പള്ളിവക ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റർ പോയ ഒഴിവിൽ അവിടെ കയറി പറ്റിയാൽ പള്ളിക്കാര്യങ്ങളിൽ പരോക്ഷമായി ഇടപെടാമെന്ന് വികാരം കൊണ്ട് നടത്തിയ നീക്കങ്ങൾ സ്കൂൾ കമ്മിറ്റിയിലെ ദുഷ്ടന്മാർ തള്ളിക്കളഞ്ഞതിനാൽ ഇനി കിട്ടിയ പള്ളിയും സുവിശേഷ പ്രബോധനവുമായി ജീവിക്കാം എന്ന് കരുതി. അതൊരു തെറ്റല്ല. തട്ടിപ്പുകാരുടെ ഘോഷയാത്ര മനസ്സിലാക്കിയ പള്ളിക്കാരും പഴയതുപോലെ വിളിക്കുന്നില്ല. അതും പോയി. വിശുദ്ധ കൊട്ടേഷനുകൾ എടുക്കപ്പെടുമെന്ന് പ്രിന്റ് ചെയ്ത ടീഷർട്ടുകൾക്ക് ഓർഡർ നൽകിയിരുന്നത് അഡ്വാൻസ് പോയെങ്കിൽ പോകട്ടെ എന്നു കരുതി, ബാക്കി ലാഭമാണല്ലോ എന്ന് കരുതി ക്യാൻസൽ ചെയ്തെന്ന് കരക്കമ്പി.